കർഷകമിത്രം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ പലതരം പേരകളെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അർക്ക കിരൺ, അർക്ക മൃദുല, അതുപോലെ VNR, തായ് പിങ്ക്, ജപ്പാൻ പേര, അങ്ങനെ തുടങ്ങി പലതരം പേരക്കകളുടെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിലൂടെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വേറൊരു പേരക്കയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അർക്ക രശ്മി എന്നാണ് ഈ പേരക്കയുടെ പേര്. ഇത് IIHR ഇറക്കിയ ഒരിനമാണ്. അർക്ക രശ്മി, അർക്ക മൃദുല, അർക്ക കിരൺ, അങ്ങനെ അർക്ക സീരീസിൽ 3 പേരകളുണ്ട്. ഇതിൽ 2 ഇനത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അർക്ക കിരൺ ഉള്ള് ലൈറ്റ് ചുവപ്പാണ്, അതേമാതിരി അർക്ക മൃദുല ഉള്ള് വെള്ളയാണ്, അർക്ക രശ്മി ഉള്ള് കുറച്ചും കൂടി ചുവപ്പുള്ള ഒരു പേരക്കയാണ്. അർക്ക കിരൺ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം, നന്നായിട്ട് പോപ്പുലറായിട്ടുള്ള ഒരു ഇനമാണ് അർക്ക കിരൺ. അർക്ക രശ്മിയും അർക്ക മൃദുലയും അത്ര കണ്ട് പോപ്പുലർ ആയിട്ടില്ല, പക്ഷേ ഇത് രണ്ടും നല്ല പേരക്കകളാണ്. ഈ അർക്ക രശ്മി സാമാന്യം നല്ല വലിപ്പം വയ്ക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ് പിടിക്കുന്ന ഒരു ഇനമാണ്. ഇതിൻ്റെ ഉള്ള് ഒരു ചുവപ്പ് നിറമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് സീഡ് കുറവുമാണ്, ഉള്ള സീഡ് തന്നെ സോഫ്റ്റുമാണ്. ഈ പേരയ്ക്ക ഞാൻ പറിച്ചപ്പോഴേക്കും കുറച്ചും കൂടി നന്നായിട്ട് പഴുത്തു. ഏത് പേരയ്ക്കയായാലും വല്ലാതെ പഴുത്തിട്ട് ഉപയോഗിക്കുന്നതിലും നല്ലത് ആ പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ പറിച്ച് കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അനുഭവം. കാരണം വല്ലാതെ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മധുരത്തിലും ചെറിയൊരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സീഡിനും കുറച്ച് കട്ടി ആയിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും. അർക്ക രശ്മി സാമാന്യം നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ ആർക്കും കഴിക്കാവുന്ന പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സീഡും ഒക്കെയാണ് അർക്ക രശ്മിയിൽ. അതുമാതിരി അതിൻ്റെ മാംസള ഭാഗവും നല്ല സോഫ്റ്റാണ്. ഈ പേരയുടെ നല്ല ലെയർ ചെയ്ത തൈകൾ ഫ്രൂട്ട് ഫാർമേഴ്സ് കേരള എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഏതെണ്ണം പേര ആയിക്കോട്ടെ, അത് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് വെറുതെ വളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേരയ്ക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കിളികളുടെയും ഒക്കെ ശല്യം ഭയങ്കരമായിരിക്കും. അപ്പോൾ പേര വളർന്ന് പൊന്തി പോകാൻ നമ്മൾ അനുവദിക്കരുത്. അത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ പേര വലുതായിട്ട് വളർന്നു പോവുകയില്ല, ശിഖരങ്ങളായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ഇലകൾ വരുമ്പോൾ 4-5 ഇലകൾക്കുള്ളിൽ തന്നെ പൂവുണ്ടായി പേരയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പേരയ്ക്ക ഉണ്ടായി ആ പേരയ്ക്കായി വരുമ്പോൾ തന്നെ നമ്മളൊരു കവർ ഇടണം. ഈ കവർ ഇട്ടാൽ കീടങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല, പേരയ്ക്ക നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും, കേടില്ലാണ്ട് കിട്ടും. അതുപോലെ തന്നെ കിളികളുടെ ശല്യവും ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും പേരകളൊക്കെ വീടുകളിൽ വച്ച് പിടിപ്പിക്കുക. അങ്ങനെ എപ്പോഴും നമുക്ക് പേരയ്ക്കൊക്കെ കിട്ടുകയും ചെയ്യും. പേരയ്ക്ക ആകുമ്പോൾ എപ്പോഴും ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ വിഷമില്ലാത്ത ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. അതൊരു സന്തോഷമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.